വയനാട് സീറ്റിൽ ആര് മത്സരിക്കുമെന്ന് ഇടതുമുന്നണി യോഗം തീരുമാനിക്കാത്ത സാഹചര്യത്തിൽ ഏകപക്ഷീയമായ അഭിപ്രായം പറയാൻ ബിനോയ് വിശ്വത്തിന് എങ്ങനെയാണ് കഴിയുന്നതെന്ന് CPM സംസ്ഥാന നേതാക്കൾ ചോദിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് ഒഴികെ ബാക്കിയെല്ലാം തോറ്റപ്പോൾ പാർട്ടിയെയും മുന്നണിയെയും പ്രതിസന്ധിയിലാക്കിയ ബിനോയ് വിശ്വത്തിന് എങ്ങനെയാണ് വയനാടൻ സീറ്റ് അവകാശപ്പെടാൻ കഴിയുന്നതെന്നും CPM നേതാക്കൾ വരും ദിവസങ്ങളിൽ ചോദിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച ആനി രാജ CPI സ്ഥാനാർത്ഥിയായിരുന്നെങ്കിലും അതൊരു അവകാശമാക്കി സ്ഥാപിക്കാൻ കഴിയില്ല എന്നാണ് CPMന്റെ നിലപാട്. വയനാട് സീറ്റ് വീണ്ടും CPIക്ക് നൽകി ദയനീയമായ പരാജയപ്പെടണമോ എന്ന ചിന്ത CPMൽ ഇതിനകം തുടങ്ങിക്കഴിഞ്ഞു. പ്രിയങ്ക ഗാന്ധിക്കെതിരെ CPI മത്സരിച്ചാൽ കെട്ടിവെച്ച പണം കിട്ടില്ലെന്ന് പറയുന്ന CPI നേതാക്കളും നിരവധിയാണ്. ചുരുക്കത്തിൽ വയനാട്ടിൽ പ്രിയങ്ക എത്തുമെന്ന് പറഞ്ഞതിന് പിന്നാലെ ഇടതുമുന്നണിയിൽ പോര് തുടങ്ങിക്കഴിഞ്ഞു. ഇടതുപക്ഷം പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിച്ചില്ലെങ്കിൽ കോൺഗ്രസ് വിരുദ്ധ വോട്ടുകൾ BJPയിലേക്ക് പോകുമെന്നും അത് തടയാനാണ് മത്സരിക്കുന്നതെന്നും ബിനോയ് പ്രതികരിച്ചു. പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം AICC നേതൃത്വം വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് തീരുമാനം. സഹോദരൻ രാഹുൽ ഗാന്ധി ഒഴിയുന്ന പശ്ചാത്തലത്തിലാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുക. ഇതാദ്യമായാണ് പ്രിയങ്ക ഗാന്ധി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി മത്സരിച്ച റായ്ബറേലിയിലും വയനാട്ടിലും വിജയിച്ചതോടെയാണ് ഒരു സീറ്റ് ഒഴിയാൻ തീരുമാനിച്ചത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ റായ്ബറേലി സീറ്റ് രാഹുൽ ഗാന്ധി നിലനിർത്താനായിരുന്നു ഇന്നലെ ചേർന്ന കോൺഗ്രസിന്റെ ഉന്നതതല നേതൃയോഗത്തിൽ തീരുമാനിച്ചത്. പകരം പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടിൽ മത്സരിപ്പിക്കാനും യോഗം തീരുമാനിക്കുകയായിരുന്നു. ആദ്യം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പ്രിയങ്ക വിസമ്മതിച്ചു. പിന്നീട് KC വേണുഗോപാലും രാഹുൽ ഗാന്ധിയും പ്രിയങ്കയെ നിർബന്ധിച്ചു. ചേലക്കര, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകൾ വയനാടിനൊപ്പം നടക്കും. പ്രിയങ്ക ഉണ്ടാകുമെന്ന അതിശക്തമായ ചലനങ്ങൾ ചേലക്കരയിലും പാലക്കാടും വ്യാപിക്കുകയാണെങ്കിൽ ഇരുമണ്ഡലങ്ങളിലും ജയിക്കാമെന്ന് കോൺഗ്രസ് കരുതുന്നു. പാലക്കാട് നിയമസഭാ സീറ്റിൽ BJPയെ തള്ളിക്കളയാൻ കഴിയില്ല. ഇക്കാര്യം ഇടത് വലത് മുന്നണികൾക്കറിയാം. അതുകൊണ്ടുകൂടിയാണ് പ്രിയങ്കയെ വയനാട്ടിലെത്തിച്ചത്. 3 സീറ്റിലും ഇടതുമുന്നണി തോറ്റാൽ സർക്കാർ കൂടുതൽ പ്രതിസന്ധിയിലാവും. ഇക്കാര്യം മനസ്സിലാക്കിയാണ് സർക്കാരിനെതിരെ CPI അതിശക്തമായി രംഗത്തുള്ളത്. CPI തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായി രംഗത്തുള്ളത്. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ചേർന്ന CPI തിരുവനന്തപുരം ജില്ലാ കൌൺസിൽ യോഗത്തിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനും രൂക്ഷ വിമർശനമാണ് ഉണ്ടായത്. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും മന്ത്രിമാരുടെ പിടിപ്പുകളും തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പ്രധാന കാരണമായി എന്നാണ് വിമർശനം. അതിരുവിട്ട ന്യൂനപക്ഷ പ്രീണനം തിരിച്ചടിയായി. നവകേരള സദസ്സിലെ ധൂർത്തും ക്ഷേമ പെൻഷൻ മുടങ്ങിയതും സപ്ലൈകോയുടെ ദുരവസ്ഥയും ജനങ്ങളെ സർക്കാരിനെതിരാക്കി. ഹൈന്ദവ വിഭാഗത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾ ഇടതുപക്ഷത്തെ കൈയൊഴിഞ്ഞെന്നും ചർച്ചയിൽ അഭിപ്രായമുയർന്നു. മുഖ്യമന്ത്രി മാറാതെ ഭരണം നന്നാകില്ലെന്ന് വരെ യോഗത്തിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള അഴിമതി ആരോപണവും തിരിച്ചടിയായി. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായത് ഭരണവിരുദ്ധ വികാരമാണ്. മാത്രമല്ല സംസ്ഥാനത്തെ മന്ത്രിമാരുടെ പ്രകടനവും മോശമാണെന്ന് യോഗത്തിൽ അഭിപ്രായമുയർന്നു. പൗരത്വ യോഗങ്ങൾ മതയോഗങ്ങളായി മാറി. യോഗങ്ങളിൽ മതമേധാവികൾക്ക് അമിത പ്രാധാന്യം കൊടുത്തു. രാഷ്ട്രീയ ക്യാമ്പയിന് പകരം മതസംഘടനകളുടെ യോഗമായി മാറിയെന്നും വിമർശനം. ഈഴവ പിന്നാക്ക വിഭാഗങ്ങൾ ഇടതുപക്ഷത്തെ കൈവിട്ടതായി യോഗത്തിൽ പരാമർശങ്ങളുണ്ടായി. നവകേരള സദസ്സ് ധൂർത്തായി മാറി. നടന്നത് വലിയ പണപ്പിരിവാണെന്നും ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് പണം പിരിച്ചുവെന്നും യോഗത്തിൽ വിമർശനമുയർന്നു. രാജ്യസഭാ സ്ഥാനാർത്ഥിത്വത്തിനെതിരെയും യോഗത്തിൽ വിമർശനമുയർന്നു. PP സുനീറിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെയാണ് അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചത്.